ഹിസ്റ്ററി പഠിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തലവേദനയെന്ന് പറഞ്ഞ് ഇന്നും കിടന്നുറങ്ങുമായിരുന്നേ. മിക്കവാറും എല്ലാ ദിവസവും ക്ലാസ്സിൽ എനിക്ക് തലവേദനയാണ്. ഞാനാണ് ഈ മ്യൂസിയം കാണാൻ വേണ്ടി കയറിയേക്കുന്നത്. അതിൻ്റെ കാരണം എന്താ, ഈ ഇരുന്ന് ആടുന്ന ദൈവങ്ങളാണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് തവണ റീൽസിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇതിവിടെയാണെന്ന് കേട്ടപ്പോൾ പിന്നെ ഇത് കാണാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് ആയി. എങ്ങനെ ഇവരൊക്കെ കൂടെ ഇരുന്ന് ആടുന്നതെന്ന് അറിയാനായിട്ട്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ് അയ്യോ എനിക്ക് വേണ്ടായിരുന്നെന്ന് തോന്നിപ്പോയൊരവസ്ഥയാണ് ഇതൊക്കെ. കല്ലും കക്കയുടെ തൊണ്ടും വെച്ചിട്ടാണ് ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അതിനൊക്കെ റേറ്റും വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഭയങ്കര വിലയാന്നേ. 6 ലക്ഷം 7 ലക്ഷം 10 ലക്ഷം ഒക്കെ വിലയുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിസ്റ്ററി പണ്ടേ എനിക്ക് ഇഷ്ടമല്ല, ഇപ്പൊ കാശും പോയി. നമ്മൾ വേണ്ടാതെ കളയുന്ന പല സാധനങ്ങളും ഇവര് ലക്ഷങ്ങൾ വിലക്ക് സെയിലിന് വെച്ചേക്കുവാണ്. അതൊക്കെ വഴിയേ പറയാം. ഇവിടെ അന്തം വിട്ട് കുന്തം പോലെ വായി നോക്കി നിൽക്കേണ്ട പല സന്ദർഭങ്ങളും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഇവരൊരു ഡോക്യുമെന്ററി പ്ലേ ചെയ്യുന്നുണ്ട്. ആ ഡോക്യുമെന്ററി കയറി കാണാൻ ഞാനും ചേർത്ത് 4 പേരുണ്ടായിരുന്നേ. കുറച്ച് ലക്ഷങ്ങൾ വിലയുള്ള കൾച്ചറൽ പെയിന്റിങ്സ് കണ്ടാലോ. ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ. മീൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് അവരുടെ പെയിന്റിങ്സ്. അവരുടെ ഉപജീവനം എന്ന് പറഞ്ഞ പോലെ അവരുടെ കൾച്ചർ ഇതാണെന്നുള്ള രീതിയിലാണ് കേട്ടോ എല്ലാം കാണിച്ചേക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ കൊത്തിവെച്ചേക്കുന്ന കുറേ രൂപങ്ങളുണ്ട്. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല കേട്ടോ. വിസിലടിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. പക്ഷെ എന്താ ആളുടെ ഫേസും തലയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? ഇപ്പുറത്തെ ആളുടെ കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളിയിരിക്കുന്നു. ഇതിന്റെയൊക്കെ വില 6 ലക്ഷമാണേ. അതുപോലെ ഞാൻ വേറെ ആളെ കാണിച്ചു തരാം. ആടയാഭരണങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന കോഴി, പേര് ദേവി. ദേവി എന്ന് കോഴിയുടെ പേരായിരിക്കും. രണ്ടുപേരെയും ദേവി എന്ന് തന്നെ ഇട്ടേക്കുന്നത്. പൂക്കളുള്ള കോഴിക്കും മറ്റേ കോഴിക്കും രണ്ടിനും വില 65,000 1,12,000 ഒക്കെയാ. ഇതൊക്കെ മരത്തിൽ വരച്ചേക്കുന്ന പെയിന്റിംഗ് ആണ്. പക്ഷെ ഈ പെയിന്റിങ്ങിൽ മീൻ തന്നെ. ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി ഇവരെയൊക്കെ നന്നായിട്ട് ഞാൻ പെയിന്റ് ചെയ്യുന്നു. ഇവരുടെയൊക്കെ വില കണ്ടോ, 50,000 രൂപയാണ് ഒന്നിന്റെ വില. പേപ്പറും മരവും കല്ലും മണ്ണും ഒക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് മൺചട്ടി ആവാം. മൺചട്ടിയിലെ പെയിന്റിംഗ് ആണിത്. എനിക്ക് തരുവായിരുന്നേ ഞാൻ വരച്ചതിന് ഈർക്കിളി കൊണ്ട് ഇതിൽ നന്നായിട്ടെന്ന് ഞാൻ ധനശേഖരനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. ചട്ടി കമിഴ്ത്തി ഈർക്കിളി കൊണ്ട് 2 വര വരച്ചാർന്നാൽ മതിയായിരുന്നു. 50,000 രൂപ കയ്യിലിരുന്നേനെ. ഞാനെന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ കലം കമിഴ്ത്തിയിട്ട് പടം വരയ്ക്കണം. പടം വരച്ച് വിൽക്കണം. കുറഞ്ഞത് 11,650 രൂപ കിട്ടില്ലേ ഒരെണ്ണത്തിന്. ഞാൻ എന്തേ ഇവിടെ നേരത്തെ വരാഞ്ഞേ? എന്തേ എനിക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞേ? കുറച്ചിങ്ങോട്ട് കൊണ്ടുവന്നാലും മതിയായിരുന്നു. വയ്ക്കായിരുന്നേ പ്രദർശനത്തിന്. ഇതൊക്കെ മരക്കഷ്ണം എവിടെ നിന്ന് ഇളകി വന്നാന്നാ തോന്നുന്നേ. അതിലൊക്കെ പടം വരച്ച് വെച്ചേക്കുവാ. എന്റെ അമ്മയും അമ്മൂമ്മയൊക്കെ എത്ര ബിസിനസ് ഐഡിയാസ് അല്ലേ പൊട്ടിച്ചും കത്തിച്ചും ഒക്കെ കളഞ്ഞേക്കുന്നേ. ലക്ഷങ്ങളുടെ മുതൽ അടുപ്പിലിട്ട് കത്തിച്ച് കഞ്ഞിയാക്കണേന്ന് അവർക്ക് അറിയില്ലല്ലോ. നമ്മുടെ ഞൗണിങ്ങയും കക്കത്തോണ്ടും ഒക്കെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടെന്നേ. എല്ലാം ഓരോന്നിനും ഒട്ടിച്ചു വെച്ചേക്കുവാ. നങ്കൂരത്തേലൊക്കെ ഞൗണിങ്ങി ഒട്ടിയിരിക്കുന്നു. ഇതെല്ലാം എഴുതി വെച്ചേക്കുന്ന വായിച്ചിട്ടും ഡോക്യുമെന്ററി കണ്ടിട്ടും എനിക്ക് ആകെ മനസ്സിലായത് ഇതിന്റെ വില മാത്ര. എന്താണ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. എല്ലാത്തിനും ലക്ഷങ്ങൾ വില. ഇത് ചിരട്ടയും കക്കയും ഒക്കെ വെച്ചുണ്ടാക്കിയേക്കുന്ന ഒരുമാതിരി സങ്കര ഇനം. ഇത് കണ്ണാന്ന് തോന്നുന്നു ഈ വിളായി. ഒന്നും മനസ്സിലാവഞ്ഞിട്ട് എല്ലാം മനസ്സിലായെന്നുള്ള ഭാവത്തിൽ നോക്കി നിൽക്കുന്നതായി കാണുന്നത്. ഇനി ഒരു മെയിൻ ഐറ്റം കാണിച്ചു തരാം. ഇതൊക്കെ മുടി വെച്ചുണ്ടാക്കിയേക്കുന്നതാണെന്നേ. കൊഴിഞ്ഞു പോയ മുടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ലക്ഷപ്രഭു ആയിരുന്നു. ലക്ഷപ്രഭു. ഇതാ പറയണേ, യോഗമല്ല ഉണ്ണിയേ.